ഈ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരാൾക്ക് റിസ്ക് കണക്കാക്കിയത് അയാൾ അള്ളാഹു ഉണ്ടാവും, അത് ആ റിസ്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുള്ളൂ, ഒരാൾ മരണപ്പെടുകയുള്ളൂ അല്ലേ. ആ ഒരു വിശ്വാസത്തിലാണ് ആളുകൾ ഒരാൾക്ക് നേരെ ഉണ്ടാകേണ്ടത്. എന്തിനാണ് മനുഷ്യന്മാർ മരിക്കാൻ ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു എത്ര യുദ്ധം ചെയ്തു, ഷഹീദായി മരിക്കണം എന്നുള്ള വലിയ ആഗ്രഹക്കാരനായിരുന്നു ഈ ഖാലിദ്. ഷഹീദായിട്ട് മരിക്കണം, ഒരു രണഭൂമിയിൽ ഒരു ഷഹീദായി വീരമൃത്യു വരിക്കണം എന്നുള്ളതായിരുന്നു ഖാലിദ് ബിൻ വലീദിൻ്റെ ഉദ്ദേശം. അദ്ദേഹം പ്രസിദ്ധനായ യോദ്ധാവാണ്. സൈഫും മിൻ സുയൂഫില്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട വാളാണ് ഖാലിദ്. എത്ര യുദ്ധം ചെയ്തു ഖാലിദ്? 120 യുദ്ധം ചെയ്തു. 120 യുദ്ധം. അദ്ദേഹത്തിന് ഉത്കടമായ ആഗ്രഹമായിരുന്നു ഷഹീദായി മരിക്കണം. പക്ഷെ മരിച്ചത് എവിടെ കിടന്ന? മരിച്ചത് വിരിപ്പിൽ കിടന്നാണ്. ഷഹീദായിട്ട് മരിച്ചിട്ടില്ല, വീട്ടിൽ വിരിപ്പിൽ കിടന്നാണ് അദ്ദേഹം മരിക്കണത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഒരു വേദന ഉണ്ടായിരുന്നു, ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ഷഹീദായി മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. മനസ്സിലായോ? എന്താ അറിയിക്കണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അവിടേക്ക് നയിക്കപ്പെടും എന്നുള്ളത്. പിന്നെ ഖാലിദ് ബിൻ വലീദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇന്ത്യ സന്ദർശിച്ച സന്ദർഭത്തിൽ അവിടെ ഒരു ഹദീസ് പണ്ഡിതൻ അബൂ ഖുദ്ദയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഷഹീദാകാൻ, പക്ഷേ അദ്ദേഹം ഷഹീദായില്ല. അദ്ദേഹം സാധാരണ മരണം വരിക്കുക ചെയ്തത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ എന്ന ചോദ്യം. അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദയും കുറച്ചൊക്കെ ഹദീസിൻ്റെ വിഷയത്തിൽ നല്ല ഒരു നിലവാരമുള്ള പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അറിയില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞ് ഖാലിദ് ഒരിക്കലും ഷഹീദ് ആകാൻ പാടില്ല. കാരണം ഖാലിദ് സൈഫുല്ലാഹിൽ മസ്ലൂലാണ്, റസൂലുള്ള പറഞ്ഞാണത്, അള്ളാൻ്റെ ഊരപ്പെട്ട വാളാണ്. ആ ഊരപ്പെട്ട വാൾ പൊട്ടിയാൽ അള്ളാൻ്റെ വാളാണ്, അത് പൊട്ടാൻ പാടില്ല. ഖാലിദ് ബിൻ വലീദ് അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട വാളാണ്. അതുകൊണ്ട് തന്നെ രണഭൂമിയിൽ അത് പൊട്ടാൻ പാടുള്ളതല്ല. പൊട്ടിയാൽ എന്താണ്, അത് അള്ളാൻ്റെ വാളല്ലേ. അതുകൊണ്ട് ഖാലിദിനൊരിക്കലും രക്തസാക്ഷിത്വമല്ല, പിന്നെ എന്തേ ഉള്ളൂ, സാധാരണ മരണേ ഉള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ ആ ഒരു പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞു എന്നാണ്. അത് ഹദീസ് പണ്ഡിതൻ പറഞ്ഞപ്പോൾ, ഇന്ത്യയിലെ പണ്ഡിതനാണ്. അബൂ ഖുദ്ദ പറയാണ്, ഇത്തരം വിജ്ഞാനം സമ്പാദിക്കാൻ ഇന്ത്യയിലേക്ക് തന്നെ വരണം, അതിനെത്ര ചിലവ് കൊടുത്ത് വന്നാലും എന്തല്ല അതൊരു നഷ്ടമല്ല എന്ന് പ്രതികരിച്ചു എന്ന്. അല്ലാഹു അക്ബർ. ഏതായാലും ഇവിടെ